പാഠം 153. ഒരു വിവാഹ വാർഷികത്തിന്റെ കഥ. ഹലോ, അതെ സത്യഭാമയാണ്. ആ വിദ്യാലക്ഷ്മി, നീ എന്താ രാവിലെ? ആ താങ്ക് യു സോ മച്ച്. ഇവിടുന്ന് എന്റെ വിദ്യാലക്ഷ്മി, എന്റെ വില്ലേജ് ഓഫീസറുടെ സ്വഭാവം വിദ്യാലക്ഷ്മിക്ക് അറിയാഞ്ഞിട്ടാ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് വിദ്യാലക്ഷ്മി ഓർത്തു. പക്ഷേ മോഹനേട്ടൻ അതോർത്തില്ല. രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ആനിവേഴ്സറിയെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറയൂന്ന്. പറയൂല. ഓർമ്മയുണ്ടെങ്കിലല്ലേ പറയൂ. ആശാൻ രാവിലെ എഴുതേക്കുന്ന നേരം മുതൽ വില്ലേജ് ഓഫീസ് എങ്ങനെ ശരിയാക്കുന്നാണല്ലോ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ എന്തായാലും ഓഫീസർക്ക് ഒരു ഷോക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഓഫീസിൽ പോവാൻ ഇറങ്ങുന്നത് വരെ ഞാൻ മിണ്ടൂല. നല്ല ഷർട്ട് മുണ്ടുവെക്കിട്ട് സുന്ദരനായി ഇറങ്ങി വരുമ്പോൾ ഞാനൊരു വെടി പൊട്ടിക്കും. അപ്പോ വില്ലേജ് ഓഫീസർ ഞെട്ടും. അതെന്താണെന്നൊന്നും പറയൂല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോ വിളിച്ചതിൽ വലിയ സന്തോഷം. ഓക്കെ. ഹലോ, അതെ. ശിശുപാലൻ ചേട്ടനോ? എന്തൊക്കെയുണ്ട് വിശേഷം? സാർ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം. മോഹനേട്ടാ, ഫോൺ ഇപ്പൊ വരുവേ. ശരി മോഹനേട്ടാ. ഹലോ. ശിശുപാല, എന്താ രാവിലെ? ആഹാ, സന്തോഷം. ഇന്ന് എന്റെ വിവാഹ വാർഷികമാണെന്ന് ശിശുപാലെങ്കിലും ഓർത്തല്ലോ. ഭാമയ്ക്ക് അതൊന്നും ഓർമ്മയില്ല. അല്ലെങ്കിൽ തന്നെ ഓർമ്മശക്തിയിൽ അവൾ പണ്ടേ മോശമാ. ഞാൻ അങ്ങനെയല്ലല്ലോ, എല്ലാം ഓർത്തിരിക്കും. ഞാൻ കെമിസ്ട്രിയിൽ ഡിഗ്രി എടുത്തത് ഫസ്റ്റ് ക്ലാസ്സിലാണല്ലോ. ഓർമ്മയുണ്ടാവും. അതല്ല ശിശുപാല, ഇത്തവണത്തെ വിവാഹ വാർഷികം ഈ ജന്മത്ത് ഭാമ മറക്കാൻ പോകുന്നില്ല. അവളുടെ കാര്യത്തിൽ എനിക്കൊരു ശ്രദ്ധയില്ലെന്നാണല്ലോ അവൾ പറയുന്നത്. ഇന്ന് അവൾക്ക് മനസ്സിലാവും അവളുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധയുണ്ട്, എന്നാൽ എന്റെ കാര്യത്തിൽ അവൾക്ക് ശ്രദ്ധയില്ല എന്ന്. ശരി, ഞാൻ രാവിലെ അവളെ ഞെട്ടിച്ചിട്ട് 10 മണിയാകുമ്പോൾ എടുത്താം. ശരി. വില്ലേജ് ഓഫീസർ പതിവ് പോലെ തന്നെ എന്ത് വെഡിങ് ആനിവേഴ്സറി. ഗാന്ധി ജയന്തി ഓർത്തിരിക്കും. ജവഹർലാൽ നെഹ്റു മരിച്ചെന്നാന്നും അറിയാം. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബിട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ വർഷവും മാസവും തീയതിയും മണിക്കൂറും സെക്കൻഡും വരെ പറയും. പക്ഷേ സ്വന്തം കല്യാണ ദിവസം എന്നാണെന്ന് ചോദിച്ചാൽ വില്ലേജ് ഓഫീസർ 2 വട്ടം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. അടുത്ത കൊല്ലം തൊട്ട് ഈ പ്രശ്നം ഉണ്ടാവരുത്. ഓർത്തു വെക്കുകയാണെങ്കിൽ ജൂൺ 6 തന്നെ ഓർക്കണം. അത് ഓർത്തതിന് ശേഷം വേറെ എന്തു ഓർത്താ മതി. ജൂൺ 6 ഓർമ്മയില്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്താ ഓർമ്മയുള്ളത്? കഴിഞ്ഞ തവണ അവളുടെ പിറന്നാളൊന്ന് മറന്നുപോയെന്ന് പറഞ്ഞ് എന്തൊരു അംഗമായിരുന്നു. പക്ഷേ മോഹനകൃഷ്ണൻ ഒന്നും മറക്കില്ലെന്ന് ഇന്ന് അവൾക്ക് മനസ്സിലാവും. എന്റെ മോഹനേട്ടാ, സോറി, ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണെന്ന് ഞാൻ മറന്നുപോയി. മോഹനയുടെ എന്തോ ഓർമ്മശക്തിയാ എന്ന് അവൾ പറയും. നല്ല നീല നിറമുള്ള ഷർട്ടും നീലക്കരയുള്ള മുണ്ടും കൊടുത്ത് വില്ലേജ് ഓഫീസർ ഓഫീസിൽ പോകുന്ന കാണാൻ നല്ല ചന്തമായിരിക്കും. പോകുന്ന വഴിക്ക് കാണുന്ന സകലരും ചോദിക്കും, മോനേഷ സാറേ, ഈ ഷർട്ട് കൊള്ളാലോ, ഈ മുണ്ട് എവിടുന്ന് വാങ്ങി? ഈ വേഷത്തിൽ സാറിനെ കാണാൻ അടിപൊളിയാണ് കേട്ടോന്ന്. അപ്പ സാറിന് മനസ്സിലാവും ഈ ഭാമയുടെ വില. പിന്നെ ഈ ജന്മത്ത് ജൂൺ 6 എന്നുള്ള തീയതി വില്ലേജ് ഓഫീസർ മറക്കൂല. പച്ചക്കരയുള്ള സെറ്റ് സാരിയും പച്ച ബ്ലൗസ് കൊടുത്ത് ഭാമയെ കാണാൻ നല്ല രസമായിരിക്കും. രാവിലെ വക്കീലാഫീസ് ചെന്ന് കയറുന്ന പാടെ എല്ലാവരും അന്തം വിട്ട് നോക്കും. ഭാമേ, ഇത് കൊള്ളാം, ഇത് എവിടെ നിന്ന് വാങ്ങി എന്ന് ചോദിക്കും. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ അവൾക്ക് പറയേണ്ടി വരും, ഇത് വാങ്ങിയത് ഞാനല്ല, മോഹനേട്ടനാണ്. അതോടെ അവിടെയുള്ള സകലരും പറയും, ഭാമേ, നീ ഭാഗ്യം ചെയ്തവളാ.
അല്ലെങ്കിൽ ഇത്രയ്ക്ക് സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെ കിട്ടുമോ എന്ന്. പിന്നെ ഈ ജന്മത്ത് ഭാമ ജൂൺ 6 എന്നൊരു ദിവസം മറക്കില്ല. ഹലോ. വക്കീലെ, ഞാനാ ഉത്തമൻ. എന്താ ഉത്തമ? പിന്നെ ആ തെക്കേലെ ഉറുമീസിന്റെ കേസ് ഇന്നാണേ. വക്കീലെ, രാവിലെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ഉറുമീസ് എന്നോട് വിളിച്ചു ചോദിച്ചു. അയ്യോ, ഇന്ന് രാവിലെ കാണാൻ പറ്റില്ല ഉത്തമ. ഇന്ന് രാവിലെ എനിക്ക് വേറൊരു വലിയ കേസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ആ കേസ് കഴിഞ്ഞിട്ട് വേറെ എന്ത് കേസിന് ഞാനുള്ളൂ. അയ്യോ, അതേത് കേസ്? ഓർമ്മശക്തി തീരെ ഇല്ലാത്ത ഒരാൾ കുറെ കാലമായി ഭാര്യയുടെ മെക്കിട്ട് കയറി സുഖമായിട്ട് ജീവിക്കുന്നു. അയാളുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുമോന്നൊന്നും അറിയണമല്ലോ. ആ കേസാ. അയ്യോ, അതെന്തോന്ന് കേസ് വക്കീലെ? അങ്ങനെ ഒരു കേസുണ്ട്. ഈ ഓർമ്മശക്തി കുറഞ്ഞ ഇപ്പൊ കേസാവോ? കോടതിയിൽ കേസാവില്ല, പക്ഷെ വീട്ടിൽ കേസാവും. ആ കേസ് വാദിച്ച് ജയിച്ച് പ്രതിയുടെ അഹങ്കാരം തീർത്തിട്ട് ഒരു 10:30 ആകുമ്പോഴേക്കും ഞാൻ കോടതിയിലെത്താം. ഉറുമിസിനോട് അപ്പൊ വരാൻ പറഞ്ഞാൽ മതി. അല്ല വക്കീലെ, ഹലോ വച്ച എന്തായിരിക്കും വക്കീല് പറഞ്ഞ കേസ്? വന്ന് വക്കീലിനെ മോരടി സാറിനെ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാതെയായി. പക്ഷെ ഉറുമീസിന്റെ കേസ് വാദിച്ചല്ലേ പറ്റൂ. പോയി നോക്കിയാലോ? അങ്ങനെ ഇന്ന് ഞാൻ ഭാമയെ തോൽപ്പിക്കാൻ പോവുകയാണ്. ഭാമേ, നീ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മുടെ കാര്യങ്ങളിൽ എനിക്കൊരു ശ്രദ്ധയില്ലെന്ന്. പക്ഷെ സത്യത്തിൽ ശ്രദ്ധയില്ലാത്തത് നിനക്കാണ്. പഞ്ചസാരയോ പച്ചക്കറിയോ വാങ്ങാൻ ഒരു ദിവസം ഞാനെങ്ങാനും മറന്നുപോയാൽ നീ എന്തൊക്കെയാ പറയുന്നത്? മോഹനേട്ടന് ഈ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കാൻ സമയമില്ല. സദാസമയവും വില്ലേജ് ആഫീസ് എന്ന് ഒറ്റ ചിന്തയിലുള്ളൂ അല്ലേ? പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നീ മറന്നുപോയി. ഇന്ന് ജൂൺ 6. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 4 വർഷം തികയുന്ന കാര്യം നീ ഓർക്കാത്ത എന്താ? നിനക്ക് ഓർമ്മയില്ലെങ്കിൽ എന്താ, ഞാൻ എല്ലാം ഓർക്കും. ഇന്നലെ വൈകുന്നേരം ആഫീസിൽ നിന്ന് വരുന്ന വഴി ഞാൻ നിനക്കായി വാങ്ങിയ സാരിയായി. നീ സ്ഥിരമായി ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുന്ന ശശികളുടെ കടയിൽ പോയി ഒറ്റ മണിക്കൂർ കൊണ്ട് തച്ചു വാങ്ങിയ ബ്ലൗസും ഇതിനകത്തുണ്ട്. നീ ഇന്ന് ഈ സാരിയും ബ്ലൗസും എടുത്ത് ആഫീസിൽ പോയാൽ മതി. അങ്ങനെ പറയുമ്പോ അവളുടെ മുഖത്ത് വല്ലാത്തൊരു അത്ഭുതമായിരിക്കും. അവക്ക് പിന്നെ ഒരു അക്ഷരം തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ. പാവം അന്തം വിട്ട് എന്റെ നേരെ നോക്കും. എന്നിട്ട് പറയും, മോഹനേട്ടാ സോറി, വിവാഹ വാർഷികത്തിന്റെ കാര്യം ഞാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കണം മോഹനേട്ടാ. ഈ വിവാഹ വാർഷികം കണ്ടുപിടിച്ച ആരായാലും അവനെ സമ്മതിക്കണം. ബുദ്ധിയുള്ള ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ തോൽപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ വിവാഹ വാർഷികം. ബുദ്ധിയുള്ള ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഞെട്ടിക്കാനുള്ളൊരു ദിവസമാണ് വെഡിങ് ആനിവേഴ്സറി. ചൈനയിലും എത്യോപ്യയിലും ഉഗാണ്ടയിലും നടക്കുന്ന കാര്യങ്ങൾ കാണാതെ പഠിച്ച് പ്രസംഗിച്ച് നടക്കുന്ന ഭർത്താക്കന്മാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഭർത്താവിനെ മാത്രം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ട് എന്നാണ്. അവർക്ക് ചൈനയില്ല, ഉഗാണ്ടയില്ല. ഈ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ആ ഭർത്താവ് അവരുടെ വിവാഹ വാർഷികം ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടം വരില്ലേ? മോഹനേട്ടൻ വലിയ വില്ലേജ് ഓഫീസറാണ്. മോഹനേട്ടൻ ഇല്ലെങ്കിൽ കേരളത്തിലെ റവന്യൂ വകുപ്പ് തന്നെ ഇല്ലാതായി പോകുന്ന എനിക്കറിയാം. പക്ഷേ കേരളത്തിലെ റവന്യൂ വകുപ്പും സകലമായ വില്ലേജ് ഓഫീസും പൂട്ടിപ്പോയാലും ഈ എനിക്ക് ഒന്നുമില്ല. എനിക്ക് എന്റെ വില്ലേജ് ഓഫീസറെ സ്വന്തമായി കിട്ടിയതിന്റെ സന്തോഷമല്ലേ വലുത്? മോഹനേട്ടൻ ഓർമ്മ കാണൂല. ഇന്ന് ജൂൺ 6. നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണ്. മോഹനേട്ടൻ അതൊന്നും ഓർമ്മയില്ലെങ്കിലും എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ ഓഫീസിൽ നിന്ന് വരുന്ന വഴി ഞാൻ മോഹനേട്ടൻ ഒരു ഷർട്ട് മുണ്ടും വാങ്ങി. ഇന്ന് ഇത് കൊടുത്തോണ്ട് ഓഫീസിൽ പോയാൽ മതി. അപ്പൊ മോഹനേട്ടന്റെ മുഖം മാറുന്നത് എനിക്കിപ്പോഴേ കാണാം.
ഭാമേ ഭാമേ, ഓരോരോ തിരക്കുകളല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. നീ എന്നോടൊന്ന് ക്ഷമിക്ക്. അടുത്ത വർഷം മുതൽ ഞാൻ ഈ ജൂൺ 6 തീയതി മറക്കുകയില്ല. നിന്നെ പോലൊരു ഭാര്യ ഉണ്ടായതാ എന്റെ ഭാഗ്യം.